ഇൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിറ്റിംഗ് ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ബൈനോമിയലിൽ ഫിറ്റിംഗ് പറഞ്ഞ പോലെ തന്നെയാണ് പോസോണിലെ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഫിറ്റിംഗ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണേ, ഫിറ്റിംഗ് എന്ന് പറയണത്. ഈ ഫിറ്റിംഗ് ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ 3 സ്റ്റെപ്പാണ് വരുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കുക എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, P(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനകത്ത് ഫിറ്റിംഗ് ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P(x) (e⁻m m(x) ഡിവൈഡ് ബൈ x ഫാക്ടോറിയൽ ആണ്. എന്നിട്ട് നമുക്ക് എക്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ 0, 1, 2, 3 അത് നമുക്ക് എത്ര വരെയെങ്കിലും വി വിൽ ഫൈൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അതിന് ശേഷം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് n(p(x) ആണ്. ഫിറ്റിംഗ് ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിറ്റിംഗ് എ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ടു ദി ഫോളോയിങ് ഡാറ്റ. നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ട്, എക്സും എഫും ആണ്. എക്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4. ഫ്രീക്വൻസി തന്നിട്ടുള്ളത് 123, 59, 14, 3, 1 ആണ്. ഇനി അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫിറ്റിംഗ് ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എക്സും എഫും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് Fx കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ Fx കണ്ടുപിടിക്കാൻ എക്സ് 0 ആണ്, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 123 ആണ്. 1ൻ്റെത് 15 ആണ്, 2ൻ്റെ 14 ആണ്, 3ൻ്റെ 3 ആണ്, 4ൻ്റെ 1 ആണ്. നമ്മൾ Fx എങ്ങനെ കണ്ടുപിടിക്കാം, F ഇൻറ്റു എക്സ്. ഇപ്പോൾ 0 ഇൻറ്റു 123, 1 ഇൻറ്റു 59, 2 ഇൻറ്റു 14, 3 ഇൻറ്റു 3, 4 ഇൻറ്റു 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, Fx കിട്ടും. എന്നിട്ട് നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Fx ഡിവൈഡഡ് ബൈ n ആണ്. Fx ബൈ n ആണ്. അപ്പോൾ Fx എന്ന് പറയുന്നത് എഫിൻ്റെ സമ്മാണ് Fx. Fxൻ്റെ സമ്മാണ് Fx എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. പിന്നെ എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് F ആണ്. എഫിൻ്റെ ഫ്രീക്വൻസിൻ്റെ സമ്മാണ് F, അത് 200 ആണ് വരുന്നത്. എന്നിട്ട് നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. Fx ഡിവൈഡഡ് ബൈ n ആണ്. അപ്പോൾ എത്ര വരും, 100 ഡിവൈഡ് ബൈ 200 എന്ന് പറയുന്നത് 0.5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, m കിട്ടി, മീൻ കിട്ടിയിട്ടുണ്ട് 0.5. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് P(x) (e⁻m m(x) ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമുക്ക് ഈ m കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിനകത്ത് വെക്കാം e⁻−0.5. m എത്രയാണ്, 0.5 (x) ഡിവൈഡ് ബൈ x ഫാക്ടോറിയൽ. ഇപ്പോൾ എക്സിന് നമ്മൾ 0, 1, 2, 3, 4 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തത് ഇപ്പോൾ എക്സിന് 0, 1, 2, 3, 4 കൊടുത്തു. അങ്ങനെ നമുക്ക് P(x) നമുക്ക് കിട്ടിയിട്ടുണ്ട്. P(x) എന്ന് പറയുന്നത് e⁻−0.5 (x) ഡിവൈഡ് ബൈ x ഫാക്ടോറിയൽ ആണ്. നമ്മൾ 3 കോളാക്കിയിട്ടാണ് വരയ്ക്കുന്നത്. എക്സും P(x)ഉം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും. എക്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4 ആണ്. P(x) എന്ന് പറയുന്നത് e⁻−0.5 (x) ഡിവൈഡ് ബൈ x ഫാക്ടോറിയൽ ആണ്. ഇതിൻ്റെ e⁻−0.5 എന്ന് പറയുന്നത് 0.6064 ആണ്. അതായത് e⁻−0.5 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.6064 കിട്ടും. ഇനി നമ്മൾ എക്സ് നമ്മൾ 0 ആണ്. അപ്പോൾ നമ്മൾ P(x)ൻ്റെ അവിടെ എന്ത് ചെയ്യണം, എക്സിന് നമ്മൾ 0 കൊടുക്കണം. അപ്പോൾ P 0 വരും. അങ്ങനെ 0.6064 ഇൻറ്റു 0.5, എക്സിൻ്റെ പകരം നമ്മൾ 0 കൊടുക്കുക, ഡിവൈഡ് ബൈ 0 ഫാക്ടോറിയൽ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.6064 കിട്ടും. രണ്ടാമത് നമ്മൾ പിക്ക് നമ്മൾ 1 കൊടുക്കുമ്പോൾ, എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ പിക്ക് നമ്മൾ 1 കൊടുക്കുമ്പോൾ 0.6064 ഇൻറ്റു 0.5, എക്സിന് പകരം നമ്മൾ 1 കൊടുക്കുന്നു, ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ. അപ്പോൾ 0.30325 കിട്ടും. രണ്ടാമത് പിക്ക് നമ്മൾ 2 കൊടുക്കുന്നു, 0.6064 ഇൻറ്റു 0.5, എക്സിന് പകരം 2 കൊടുക്കുന്നു, ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. 0.758 കിട്ടും. ഈ 3 നമ്മൾ പിക്ക് 3 കൊടുക്കുമ്പോൾ 0.6064 ഇൻറ്റു 0.5 റേസ് ടു 3
/3 ഫാക്ടോറിയൽ 0.01263 വരും. പിന്നെ നമ്മൾ 4 കൊടുക്കുമ്പോൾ പിക്ക് നമ്മൾ 4 കൊടുക്കുമ്പോൾ 0.6064 ഇൻറ്റു 0.5⁴ /4 ഫാക്ടോറിയൽ അപ്പോൾ 0.00158 കിട്ടും. ഇനി നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾക്ക് n കിട്ടിയിട്ടുണ്ടല്ലോ. n എന്ന് പറയുന്നത് സിഗ്മ എഫ് ആണ്. എഫിൻ്റെ സമ്മ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 200 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. P(x) എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അതിൻ്റെ മുന്നത്തെ ഉള്ള ടേബിളിൽ വരച്ചിട്ടുള്ള നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, P(x) നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതെന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യാം. അപ്പോൾ 200 ഇൻറ്റു 0.6064 എന്ന് പറയുന്നത് 121.28 ആണ്. അപ്പോൾ നമ്മൾ അതിനെ റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ 121 കിട്ടും. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് 200 ഇൻറ്റു 0.30325 ചെയ്യുമ്പോൾ 60.64 കിട്ടും. അതിന് റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 61 കിട്ടും. ഇനി അടുത്തത് 200 ഇൻറ്റു 0.75 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 15.16 കിട്ടും. അതിന് റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ 15 കിട്ടും. ഇനി 200 ഇൻറ്റു 0.01263 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2.526 കിട്ടും. അതിന് റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ 3 കിട്ടും. പിന്നെ 200 ഇൻറ്റു 0.00158 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.316, അതിന് റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് വരിക. അങ്ങനെയാണ് ഫിറ്റിംഗ് ഓഫ് പോസൺ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത്. താങ്ക് യു.